ഒരു ദിവസം ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. അപ്പോൾ ഒരു കാക്ക വല്ലാത്ത ദാഹത്തോടെ പറന്നുകൊണ്ടിരുന്നു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അത് അവിടെ ഇവിടെയൊക്കെ പറന്നു. പക്ഷേ പാവം അതിന് എവിടെയും വെള്ളം കിട്ടിയില്ല. ഓ, എന്തൊരു ചൂടാണ്! ഇന്ന് വല്ലാത്ത ദാഹം തോന്നുന്നു. എന്നെ കൊണ്ട് ഒച്ച വെക്കാൻ പറ്റുന്നില്ല. നാക്ക് വരണ്ട് പോയിക്കുന്നു. അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. ഓ, എനിക്ക് വെള്ളം കിട്ടി. എന്റെ ദാഹം തീർക്കാൻ വെള്ളം കിട്ടി. എനിക്ക് സന്തോഷമുണ്ട്. അത് സന്തോഷത്തോടെ അവിടെ ചെന്ന് ആ ഭരണിയിലേക്ക് എത്തി നോക്കി. അതിന് വളരെ സന്തോഷമായി. കാരണം അതിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു. അത് വെള്ളം കുടിക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ വെള്ളം കുറച്ചായതുകൊണ്ട് അതിന് അടിയിൽ വരെ പോയി വെള്ളം കുടിക്കുവാൻ പറ്റിയില്ല. പക്ഷെ അത് വീണ്ടും ശ്രമിച്ചു നോക്കി. അതിന് വെള്ളം എത്തിയതേയില്ല. ഇതെന്താ? എന്റെ മൂക്ക് ഭരണിയുടെ അടി വരെ പോകുന്നില്ലല്ലോ. ഈ ഭരണി എനിക്ക് ഒരുപാട് കഷ്ടം തരുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ ഭരണി ആരാണോ ചെയ്തത്? ഞാൻ ദാഹം കൊണ്ട് മരിച്ചു പോകുന്നാ തോന്നുന്നത്. ആ ഭരണിയെ കാക്ക ഉരുട്ടി വീഴ്ത്തുവാൻ നോക്കി. പക്ഷേ അങ്ങനെ ചെയ്താൽ ആ ഇത്തിരി വെള്ളം കൂടെ താഴെ പോകും. പക്ഷേ അങ്ങനെ ചെയ്യാനോ ആ കാക്കയ്ക്ക് അത്ര ശക്തിയുമില്ല. എന്നാലും പാവം അത് കുറെ ശ്രമിച്ചു നോക്കി. എന്താ ചെയ്യാ? ഓ, എനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. കാക്ക ആ ഭരണിക്കുള്ളിലേക്ക് ഓരോരോ കല്ലായി എടുത്തിട്ടു. 1 2 3 4 വീണ്ടും കുറെ കല്ലുകളെ ഇട്ട് ആ ഭരണി നിറച്ചു. കുറച്ചായി അതിലുണ്ടായിരുന്ന വെള്ളം മുകളിലോട്ട് പൊന്തി. ൂറ്റി ആഹാ, വെള്ളം കിട്ടിയല്ലോ. എനിക്ക് എത്ര വേണമെങ്കിലും വെള്ളം എന്റെ ആവശ്യത്തിന് കുടിക്കാം. മുകളിലേക്ക് വന്ന ആ വെള്ളം ആ കാക്ക ആർത്തിയോടെ കുടിച്ചു. ആഹാ, ഈ വെള്ളം നല്ല രുചി തോന്നുന്നു. ഇനി ഞാൻ കാ കാ എന്ന് നന്നായിട്ട് ഒച്ച വയ്ക്കും. കുട്ടികളെ, നമ്മൾ ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലാക്കി?
അറിയാനുള്ള ആഗ്രഹം നമ്മൾ വളർത്തിയെടുക്കണം. പണ്ട് പണ്ടൊരിടത്ത് ഒരു അഹങ്കാരമുള്ള കുറുക്കനുണ്ടായിരുന്നു. ഒരു ദിവസം അത് അടുത്തുള്ള ഗ്രാമത്തിലെ ബന്ധുക്കളെ കാണുവാൻ വേണ്ടി പോയി. ഇന്നൊരു നല്ല ദിവസമാണല്ലോ. കുറുക്കൻ നടന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന് വല്ലാത്ത ക്ഷീണം തോന്നി. അതിന് വല്ലാതെ ദാഹിക്കുകയും ചെയ്തു. ഓ, എന്തൊരു വെയിലാ! എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആശ്വാസമായേനെ. അത് നടന്നുകൊണ്ടേയിരുന്നു. ദാഹം കൂടിയതല്ലാതെ കുറഞ്ഞതേയില്ല. എനിക്ക് ദാഹത്തിന്റെ കൂടെ വിശപ്പും തുടങ്ങി. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടുവരുവാനും മറന്നല്ലോ. ഇവിടെ എവിടെയും ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ എൻ്റെ ഈശ്വരാ. ഞാൻ ഇനിയും കുറെ ദൂരം നടക്കണമല്ലോ. ഞാൻ ഈ വെയിലിൽ വരാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോഴാണ് അത് അതിന്റെ കണ്ണിൽ പെട്ടത്. അതാ അവിടെ ഒരു മുന്തിരിത്തോട്ടം. ഈ പഴുത്ത മുന്തിരിയിൽ നിറയെ ചാറുണ്ടാവുന്നാ തോന്നുന്നത്. ഇത് വളരെ സ്വാദിഷ്ടമായിരിക്കും തീർച്ച. ആ കുലയിലാണ് വളരെ ചുവന്നു തുടുത്ത മുന്തിരിങ്ങയുള്ളത്. എനിക്ക് കഴിക്കാൻ കുറച്ചെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇത് കഴിച്ചാൽ എന്റെ വിശപ്പടങ്ങും. കുറുക്കൻ ആ മുന്തിരിക്കുല ചാടിപ്പറിക്കാൻ നോക്കി. അത് കുറെ നേരം ചാടി ചാടി നോക്കി, പക്ഷെ അതിന് എത്തിയില്ല. അത് വീണ്ടും വീണ്ടും ഉയരത്തിൽ ചാടിപ്പറിക്കാൻ ശ്രമിച്ചു. അത് വീണ്ടും പരാജയപ്പെട്ടു. മുന്തിരിക്കുല വളരെ ഉയരത്തിലായിരുന്നു, അതുകൊണ്ട് അതിന് എത്തിയതുമില്ല. ഞാനിപ്പോ എന്താ പറയാ? ഞാൻ ആലോചിക്കുകയാണ്. അത് പിന്നെ ഈ മുന്തിരി പഴുത്തിട്ടേ ഇല്ല, അതുകൊണ്ട് പുളിപ്പായിരിക്കും. എനിക്കറിയാത്. എന്നിട്ടും അവന്റെ നോട്ടം മുന്തിരിക്കുലയിലായിരുന്നു. ഒരു പക്ഷേ ഞാൻ സ്വപ്നം കാണുകയാണോ? ഇത് സത്യമല്ല. ഞാൻ ഈ മുന്തിരിക്കുല നോക്കേയില്ല. ഇത് പുളിക്കും. കാണുമ്പോൾ ഇത് പഴുത്തതായി തോന്നുമെങ്കിലും ഇതിന് ഭയങ്കര പുളിയാണ്. കുറുക്കൻ ആ സ്ഥലത്ത് നിന്നും പുറപ്പെട്ടെങ്കിലും അതിന്റെ വിചാരമെല്ലാം ആ പഴുത്ത മുന്തിരിക്കുലയിലായിരുന്നു. ആ മുന്തിരിക്കുല വല്ലാതെ പുളിക്കും. സത്യമാണ്, വല്ലാത്ത പുളിയാണ്. ആ മുന്തിരിക്കുലയ്ക്ക് തീർച്ചയായും മധുരമുണ്ടാകില്ല. എനിക്കറിയാം. അല്ല, ഇതൊക്കെ എന്തിനാ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ നമ്മൾ കഴിക്കാനേ പാടില്ല. കുറുക്കൻ അങ്ങനെ നടന്നുപോയി. അത് പറഞ്ഞത് കളവാണെങ്കിലും അതിന് വേറെ എന്ത് വഴിയാ പിന്നെയുള്ളത്? അതങ്ങനെ പറഞ്ഞ് താനേ സമാധാനിച്ചു. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ചിലർ എന്തെങ്കിലും വേണ്ടാന്ന് വിചാരിച്ചാലും വരാനുള്ളത് വരും. ചിലർ എത്ര ആഗ്രഹിച്ചാലും എത്ര ശ്രമിച്ചു നോക്കിയാലും നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഒരിക്കലും കിട്ടില്ല.
ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു മരവെട്ടുകാരൻ താമസിച്ചിരുന്നു. അവൻ ദരിദ്രനായിരുന്നു, എങ്കിലും അവൻ ഒരു സത്യസന്ധനായിരുന്നു. അവൻ ദിവസവും മരം വെട്ടുവാൻ കാട്ടിലേക്ക് പോകുമായിരുന്നു. ഒരു ദിവസം മരത്തിന്റെ കൊമ്പ് വെട്ടുവാൻ വേണ്ടി ഒരു മരത്തിലേക്ക് അവൻ കയറി. ആ മരം ഒരു നദിയുടെ തീരത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ മരത്തിന്റെ കൊമ്പ് നദിയിൽ വെള്ളം പോകുന്ന ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കോടാലി പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. എന്റെ ദൈവമേ, എന്റെ കോടാലി വെള്ളത്തിൽ വീണല്ലോ. ഈ നദിക്ക് നല്ല ആഴമുണ്ട്. എന്റെ കോടാലി തിരിച്ചു കിട്ടത്തില്ല. ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്റെ കുടുംബത്തിനെ ഞാൻ എങ്ങനെ നോക്കും? എന്റെ ദൈവമേ. മരവെട്ടുകാരൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ വെള്ളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആ നദിയിൽ നിന്നും ഒരു ദേവത പുറത്തേക്ക് വന്നു. നിങ്ങൾ ആരാ? ഞാൻ ഈ നദിയുടെ ദേവതയാണ്. നീ കരയുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നതാണ്. നീ എന്തിനാ കരയുന്നത്? ഞാനൊരു മരവെട്ടുകാരനാണ്. എന്റെ കോടാലി വെള്ളത്തിൽ വീണുപോയി. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനത് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ ദേവത നദിയുടെ അകത്തേക്ക് പോയി ഒരു വലിയ കോടാലിയുമായി പുറത്തേക്ക് വന്നു. ഇതാണോ നിന്റെ കോടാലി? മരവെട്ടുകാരൻ അല്പനേരം ആലോചിച്ചു. ഈ വലിയ കോടാലി വിറ്റാൽ തന്റെ കുടുംബത്തിന്റെ കഷ്ടമെല്ലാം തീരുമെന്ന് അയാൾ ആലോചിച്ചു. പക്ഷേ അത് അയാളുടെ കോടാലിയല്ല. ഇതല്ല, എന്റെ കോടാലിക്ക് മരത്തിന്റെ കൈപ്പിടിയാ. എങ്കിൽ ഞാൻ അത് കൊണ്ടുവന്ന് തരാം. വീണ്ടും ദേവത നദിയുടെ അടിയിലേക്ക് പോയി വേറൊരു കോടാലിയുമായി പുറത്തേക്ക് വന്നു. ഇതാണോ നിന്റെ കോടാലി? ഇതും അല്ല, ഇത് സ്വർണ്ണ കോടാലിയാ. ഇത് എന്റെ കോടാലിയെക്കാട്ടിലും വില കൂടുതലാ. ശരി, ഞാൻ നിനക്ക് വേണ്ടി വീണ്ടും നദിയിൽ ചെന്ന് നോക്കാം. ഈ പ്രാവശ്യം നദിയുടെ അടിയിലേക്ക് പോയ ദേവത മരവെട്ടുകാരന്റെ കോടാലിയുമായി പുറത്തേക്ക് വന്നു. ആ, ഇതാണ് എന്റെ കോടാലി. ഇതിലെനിക്ക് ഒരു സംശയവും ഇല്ല. വളരെ സന്തോഷമുണ്ട്. എന്റെ കോടാലി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇത് നിന്റെ കോടാലിയാ? എങ്കിലും ഈ 2 കോടാലിയും നിനക്ക് കൊണ്ടുപോകാം. ഇതെന്റെ സമ്മാനമായിട്ട് നിനക്ക് നിന്റെ ഒപ്പം കൊണ്ടു ചെല്ലാം. കാരണം നീ ഒരു സത്യസന്ധനാണ്. വളരെ നന്ദി. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അന്ന് രാത്രി ആ മരവെട്ടുകാരൻ ആ 3 കോടാലിയുമായി വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. എന്റെ കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർക്കും. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ കാര്യത്തിലും സത്യസന്ധമായി നമ്മൾ പ്രവർത്തിക്കണം. ഇത് വളരെ കാലം മുൻപ് നടന്നൊരു കഥയാണ്. അതൊരു വേനൽക്കാലമായിരുന്നു. ഒരു വെട്ടുകിളി വളരെ സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തുകൊണ്ടും പാട്ടുപാടിക്കൊണ്ടും അവിടെയെല്ലാം ചുറ്റിത്തിരിയുകയായിരുന്നു. ഓ, എന്തൊരു മനോഹരമായ ദിവസം! ലാ 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 ലാ. എനിക്കൊരു നല്ല പാട്ട് പാടണം എന്ന് തോന്നുന്നു. ലാ 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 ലാ. ആ വെട്ടുകിളി പാടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു ഉറുമ്പ് അതിലേക്ക് കടന്നുപോയി. നീ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് മടി തോന്നുന്നില്ലേ? ആർക്ക്? എനിക്കോ? ഓ,
മടി തോന്നിയിട്ടേ ഇല്ല. ശരി, നീ എപ്പോഴെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടോ? ആര്? ഞാനോ? ഇല്ല ഇല്ല. നീയും എന്റെ കൂടെ കളിക്കാൻ വരുമോ? ഞാനില്ല, എനിക്ക് കുറെ പണിയുണ്ട്. വാ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പാടാം. ഇല്ല, ഞാനില്ല, കാരണം എനിക്ക് കുറെ ജോലിയുണ്ട്. ഓ, ജോലി ജോലി ജോലി. നീ എപ്പോ നോക്കിയാലും അത് തന്നെ ചെയ്യുന്നു. എന്റെ കൂടെ നന്നായി പാടുവാനും കളിക്കാനും നിനക്ക് സമയമേ കിട്ടുന്നില്ല അല്ലേ? ഇല്ല, സമയമില്ല. നീ എത്ര ധൃതിപ്പെടുന്നത്? ഞാൻ എന്റെ വീട്ടിലുള്ളവർക്ക് ചോളം കൊണ്ടുപോയി കൊടുക്കണം. എന്തിനാണ്? മഞ്ഞുകാലം തുടങ്ങും മുമ്പ് ഞാൻ ഭക്ഷണം ശേഖരിച്ചു വെക്കണം. ഓ, ഈ ചൂടുകാലം കഴിയും മുമ്പ് തന്നെ നിനക്ക് എങ്ങനെ തണുപ്പ് കാലത്തെ കുറിച്ച് ഓർക്കാൻ പറ്റുന്നു ഉറുമ്പേ? കാരണം മഞ്ഞുകാലം തുടങ്ങാൻ കുറെ സമയമില്ല. ആ സമയത്ത് ഭക്ഷണം തേടുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നീയും ഇങ്ങനെ ചെയ്തു നോക്കിയാൽ എന്താണ്? ഇപ്പൊ തന്നെ വരാൻ പോകുന്ന മഞ്ഞുകാലത്തെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കാൻ പോകുന്നേയില്ല. നീ വേണമെങ്കിൽ പോയി നിന്റെ ജോലി നോക്ക്. ജോലി ജോലി ജോലി. എനിക്ക് അറിഞ്ഞതെല്ലാം നല്ലോണം കളിക്കുക, പാട്ട്, കൂട്ടത്തിൽ നൃത്തം. ഞാൻ പറയുന്നത് കേൾക്ക്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഭക്ഷണം ഇല്ലാതെ നീ ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പൊ തന്നെ എന്റെ അടുത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കാനുണ്ട്. ശരി, എങ്കിൽ നാളത്തെ ഭക്ഷണത്തിന് നീ എന്ത് ചെയ്യും? നാളത്തെ പറ്റി ആലോചിച്ച് ഞാൻ വിഷമിക്കാറേ ഇല്ല. പക്ഷേ എനിക്ക് വിഷമമുണ്ട്. ശരി, ഞാൻ പോകട്ടെ. ഇത് കേട്ട് ആ ഉറുമ്പ് അവിടെ നിന്നും കടന്നുപോയി. ലാ 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 ലാ. എപ്പോഴും ആ ഉറുമ്പ് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. മെല്ലെ മെല്ലെ കുളിർകാലവും ആരംഭിച്ചു. വയലുകളിലുള്ള ധാന്യങ്ങൾ മേലെയെല്ലാം മഞ്ഞും മൂടി. ഞാൻ ആ ഉറുമ്പ് പറഞ്ഞത് അപ്പൊ തന്നെ കേൾക്കേണ്ടതായിരുന്നു. ഈ ഭയങ്കര തണുപ്പിൽ എന്നെ കൊണ്ട് നല്ലപോലെ പാട്ട് പാടാൻ പറ്റുന്നില്ല, ഇഷ്ടത്തിന് കളിക്കാനും പറ്റുന്നില്ല. എന്റെ അടുത്ത് ഇപ്പൊ ആഹാരത്തിന് കഴിക്കാൻ ഒന്നുമില്ല. ആ ഉറുമ്പ് എന്ത് വന്നാലും എന്നെ സഹായിക്കും. ആ വെട്ടുകിളി ഉറുമ്പിന്റെ അടുത്തേക്ക് യാത്രയായി. ദയവ് ചെയ്ത് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരൂ. ഭയങ്കര കുളിര്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ എന്തിനാ നിന്നെ സഹായിക്കണം? വേനൽ സമയത്ത് ഭക്ഷണം ശേഖരിക്കാതെ നീ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഞാൻ ഒരുപാട് സമയം കളഞ്ഞു. നൃത്തം, പാട്ട്, ആഘോഷം മാത്രമായിരുന്നു. വേനൽ സമയം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ നീ എന്നെ കണ്ട് ചിരിച്ചും കളിച്ചും കളിയാക്കി. ആ സമയത്ത് നീ മഞ്ഞുകാലത്തിനെ കുറിച്ച് വിചാരിക്കേണ്ടതായിരുന്നു. നീ വേറെ എവിടെയെങ്കിലും പോയി സഹായം ചോദിച്ചു നോക്കൂ. ഞാൻ നിന്നെ സഹായിക്കില്ല. ഇവിടെ നോക്കൂ, എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. നിനക്കിവിടെ കുറച്ചു പോലും ഭക്ഷണം തരാൻ എന്നെ കൊണ്ടാവില്ല. ഇവിടെ നിന്നും പോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഉറുമ്പ് വെട്ടുകിളിയെ പറഞ്ഞു വിട്ട് തന്റെ വാതിലടച്ചു. നന്നായി ശ്രദ്ധിച്ച് കേൾക്കു കുട്ടികളെ. ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം.
നിനക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല, എനിക്കൊരു ശബ്ദവും കേൾക്കുന്നില്ല. ഏയ്, ഈ ശബ്ദം എവിടെന്നാ കേൾക്കുന്നത്? എന്ത് ശബ്ദം? ഏയ്, ശ്രദ്ധിച്ച് കേൾക്ക്. ശബ്ദം കേൾക്കുന്നില്ല എന്ന് മാത്രം പറയരുത്. ഓ, അതോ, എനിക്കും കേൾക്കുന്നുണ്ട്. എന്റെ വയറ്റിന്നാ വരുന്നത്. എനിക്ക് വിശക്കുന്നു. ഇനി ഒന്നും ചോദിക്കണ്ട. ഏയ്, നീ എന്ത് കാര്യമാണ് ചെയ്തത്? ഓ, ഞാൻ തന്നെ എടുത്തിട്ട് വരാം. ഇത് കണ്ടോ? ഇവിടെ ഒരു എല്ല് കാണുന്നു. എന്ത്, സത്യമാണോ? വെള്ളത്തിൽ വീണ പന്ത് എങ്ങനെ എല്ലായി മാറും? സത്യം തന്നെയാ പറയണ. ഇത് എല്ല് തന്നെയാ. ആ, അതും ശരിയാ. വെള്ളത്തിൽ വീണ പന്ത് അസ്ഥിയായിട്ട് മാറിയതും കഴിക്കാൻ തോന്നുന്നു. വാ, നമുക്കത് വെളിയിലോട്ട് എടുക്കാം. എനിക്കും നല്ല വിശപ്പ് തോന്നുന്നു. അത് ശരി, എങ്ങനെയാ ഇത് പുറത്തെടുക്കുന്നത്? എന്നെ ഒന്ന് ആലോചിക്കാൻ വിടൂ. മനസ്സിലായി. ഈ പുഴയിലുള്ള എല്ലാ വെള്ളവും ഞാൻ തന്നെ കുടിക്കും. എന്നിട്ട് ആ എല്ല് നമുക്ക് തന്നെ സ്വന്തം. അതായത് നമുക്ക് കിട്ടും. അത് തന്നെ ഞാനും പറയണ. ഇതിൽ കൂടുതൽ വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റില്ല. നിർത്തണ്ട, കുടിച്ചുകൊണ്ടേയിരിക്കെ. കുടിക്കെന്ന് പറഞ്ഞാ എങ്ങനെ കുടിക്കും? ഇനിയും കുറെ കുടിക്കണം. കാര്യങ്ങൾ ഇത്രയും കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോട് ക്ഷമിക്ക്. ഇത് എളുപ്പമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് സുരക്ഷിതമേ അല്ല. ഇവിടെ നോക്കൂ കുട്ടികളെ, എന്ത് പണി ചെയ്യാണെങ്കിലും അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ സാധിക്കൂലേ എന്ന് നന്നായി ആലോചിച്ച് വേണം ചെയ്യാൻ. വേനൽക്കാലത്ത് ഒരു ദിവസം ഒരു ഉറുമ്പ് നല്ല തണുത്ത വെള്ളം കുടിച്ച് അതിന്റെ ദാഹം തീർക്കാൻ വേണ്ടി ഒരു നദിക്കരയിലേക്ക് വന്നു. എനിക്ക് ഇന്ന് വല്ലാത്ത ദാഹിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനായി ഞാൻ അവിടെ പോയേ പറ്റൂ. പക്ഷേ വെള്ളം കുടിക്കാൻ ശ്രമിച്ചു വന്ന ആ ഉറുമ്പ് കാല് തന്നെ ആ വെള്ളത്തിലേക്ക് വീണ്. രക്ഷിക്കൂ, 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 ആരെങ്കിലും രക്ഷിക്കൂ, എനിക്ക് പേടിയാവുന്നു, ഞാൻ മുഴുകി പോകുന്നു, വെള്ളത്തിന്റെ വേഗം എന്നെ കൊണ്ട് താങ്ങാനാവുന്നില്ല, ആരെങ്കിലും രക്ഷിക്കൂ,
ആരെങ്കിലും രക്ഷിക്കൂ. ആ. ഉറുമ്പ് അപകടത്തിൽപ്പെട്ടിരുന്നത് ഒരു പ്രാവ് കണ്ടു. ഓ എന്റെ ദൈവമേ, ആ ഉറുമ്പ് അപകടത്തിൽപ്പെട്ടല്ലോ. രക്ഷിക്കൂ, രക്ഷിക്കൂ, എനിക്ക് പേടിയാവുന്നു. അത് കണ്ടുകൊണ്ടിരുന്ന പ്രാവ് മരത്തിൽ നിന്നും ചില ഇലകൾ എടുത്ത് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. ആ ഇലയുടെ പുറത്ത് കേറിക്കോ, നോക്കി കേറ്, പിന്നെയും വീഴല്ലേ. പതുക്കെ ഇലേന്റെ പുറത്ത് കേറിയ ഉറുമ്പ് സുരക്ഷിതമായി കരയിലേക്ക് ചെന്നു. ആ സമയത്ത് ഒരു വേട്ടക്കാരൻ ആ വഴിയിലേക്ക് വന്നു. അവിടെ ഇരുന്ന് പ്രാവിനെ കണ്ടു. നല്ല കൃത്യമായ ഉന്നം, സുന്ദരമായ പ്രാവാണല്ലോ. ഞാനിവിടെ ഉള്ളത് ആ പ്രാവ് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ആ പ്രാവിനെ എത്രയും പെട്ടെന്ന് എന്റെ വലയിൽ വീഴ്ത്തണം. അപ്പോൾ കരയിൽ ഇരുന്നിരുന്ന ഉറുമ്പ് പ്രാവിനെ പിടിക്കാൻ വേണ്ടി ആ വേട്ടക്കാരൻ ഒളിഞ്ഞിരുന്നത് കണ്ടു. ഓ, എന്റെ ജീവൻ രക്ഷിച്ച പ്രാവ് ഇപ്പൊ അപകടത്തിലാണ്. അവനെ ഞാൻ എങ്ങനെങ്കിലും രക്ഷിക്കണം. വേദന സഹിക്കാൻ പറ്റുന്നില്ല. വേട്ടക്കാരന്റെ ശബ്ദം കേട്ട പ്രാവ് ഉടൻ തന്നെ അവിടെ നിന്നും സുരക്ഷിതമായി മരത്തിന്റെ മുകളിലേക്ക് ചെന്നു. നിന്റെ സഹായത്തിന് വളരെ നന്ദി. നീ കൃത്യസമയത്ത് എത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. വളരെ നന്ദി. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നിനക്കും എന്റെ നന്ദി സുഹൃത്തേ. നീ എന്റെ ജീവൻ രക്ഷിച്ചു. അതിന് പകരം ഞാനും നിന്റെ ജീവൻ രക്ഷിച്ചു. അതിനെന്തിനാ നന്ദി പറയുന്നത്? നല്ലത് ചെയ്താൽ നല്ലത് നടക്കും. കുട്ടികളെ, നമ്മൾ ചെയ്യുന്ന ഒவ்வொரு നല്ല കാര്യവും വേറൊരു നല്ല കാര്യത്തിന് വഴി ഉണ്ടാക്കി തരും. അത് കാരണം നമ്മൾ നല്ലത് മാത്രം ചെയ്യണം. ഒരു ദിവസം കുറുക്കനും പൂച്ചയും നടന്നുപോയി. അപ്പോൾ കുറുക്കൻ തന്റെ ബുദ്ധിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും എന്തിനും തയ്യാറായിട്ടുണ്ടാവും. എന്റെ ശത്രു എന്നെ പിടിക്കാൻ വിചാരിച്ചാലും അപ്പോൾ തന്നെ അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തയ്യാറായിട്ട് വെച്ചിട്ടുണ്ടാവും. നിനക്കറിയോ? എനിക്ക് പേടിയായിട്ടുണ്ട്. എനിക്ക് ഒരു വഴി മാത്രമേ അറിയൂ. എപ്പോഴും ആ വഴി മാത്രം വെച്ച് ഞാൻ രക്ഷപ്പെടും. ഒറ്റൊരു വഴിയോ? എന്ത് വിഡ്ഢിത്തരമാണിത്? പക്ഷെ എന്നോട് നൂറ്റുകണക്കിനുള്ള വഴികളുണ്ട്. നിനക്കറിയോ? ഞാൻ എന്താ ആലോചിക്കണെന്ന് വെച്ചാൽ എപ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി അറിഞ്ഞാലാണ് നല്ലെന്ന് തോന്നുന്നു. കുറെ വഴികൾ അറിഞ്ഞു വെച്ചുകൊണ്ട് അതിൽ ഏതാ പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ അപകടത്തിൽ കുടുങ്ങിയെങ്കിൽ? നീ എന്താ പറയണത്? നീ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം. എന്റെ അത്ര നിനക്ക് ബുദ്ധി പോരാ.
അതിനുശേഷം വഴിയിൽ വന്ന നായ്ക്കൾ അതിനെ കണ്ട് ഒച്ച വെക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്തുണ്ടായിരുന്ന മരത്തിന്റെ മുകളിലുള്ള കൊമ്പിൽ കയറിയിരുന്ന പൂച്ച പറഞ്ഞു, മിയാവ്. ഇതാണ് എനിക്കറിഞ്ഞ വഴി. നിനക്കറിഞ്ഞ വഴികളിൽ ഏതെങ്കിലും ഒരു വഴി നോക്ക്, അല്ലെങ്കിൽ നിന്നെ അവർ കൊല്ലും. എനിക്കറിയാം, നീ അവിടെ മിണ്ടാതിരിക്കെ. ഇവിടെ നിന്ന് ഓടിപ്പോയി ഏതെങ്കിലും പൊന്തയിൽ ഒളിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുണ്ടിൽ ഒളിക്കാം. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? എന്റെ ദൈവമേ, എല്ലാം ഒന്നിച്ചു വരുന്നല്ലോ. ഇനി ഞാൻ ഇപ്പോൾ എന്തു ചെയ്യും? മിയാവ്. മിയാവ്. കുണ്ടിൽ ഒളിക്കണമെങ്കിൽ ഈ ഭാഗത്തേക്ക് പോകണം. രക്ഷപ്പെടാൻ ഓടിയ കുറുക്കൻ ഒളിക്കാൻ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. എന്താ ഇത്? ഇല്ലല്ല, ഇത് വളരെ ചെറിയ കുണ്ടാണ്. ഇത്ര ആഴമുള്ള കുഴിയിലേക്ക് എന്നെ കൊണ്ട് ചാടാൻ വെക്കില്ല. എന്താ ഇത്? ഈ കുഴി വളരെ വലുതാണല്ലോ. ഈ കുഴിയിൽ ഞാൻ ഇറങ്ങിയെങ്കിൽ എന്റെ പുറകിൽ തന്നെ നായ്ക്കളും ഇറങ്ങും. നമ്മൾ അവിടെ എവിടെങ്കിലും പോയി നോക്കാം. പക്ഷേ അപ്പോഴത്തേനും സമയം കടന്നിരുന്നു. കുറുക്കൻ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരുന്നു. കൂടുതൽ ആലോചനകൾ ചെയ്തതുകൊണ്ട് കുറുക്കന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. നായ്ക്കളെടുത്ത് ശരിക്കും അത് കുടുങ്ങി. അപ്പോൾ വിഷമത്തിലിരുന്ന പൂച്ച താഴെ നോക്കി പറഞ്ഞു, മിയാവ്. നൂറ്റുകണക്കിനുള്ള വഴികളിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നതിനേക്കാളും ഒറ്റൊരു സുരക്ഷിതമായ വഴിയാണ് മികച്ചത്. മിയാവ്. കുട്ടികളെ, ഇതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നൂറ്റുകണക്കിലുള്ള വഴികളെക്കാളും ഒറ്റ ഒരു വഴിയാണ് നല്ലത്. അത് ഒരു വേനൽക്കാലമായിരുന്നു. ഒരു ദിവസം ഒരു കുറുക്കൻ കാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നു. ആ വഴിയെ അത് ഒരു കിണറ് കണ്ടു. ആ കിണറ്റിൽ എത്തി നോക്കാൻ ശ്രമിച്ച കുറുക്കൻ കാല് തെന്നി കിണറ്റിന്റെ അകത്ത് വീണു. ദൈവമേ, ഈ കിണറ്റിലെ വെള്ളം വളരെ തണുപ്പാണല്ലോ. ഞാൻ എങ്ങനെ ഇതിന്ന് പുറത്തേക്ക് ഇറങ്ങും? ഇത്ര ഉയരം കൂടിയ ചുമരിൽ ഞാൻ എങ്ങനെ കയറും? എനിക്ക് കുറച്ച് വെള്ളം മതി, പക്ഷെ ഇത്ര വെള്ളം എനിക്ക് ആവശ്യമില്ല. ആ സമയത്ത് ദാഹത്തോടെ നടന്നു വന്ന ഒരാട് ആ ഭാഗത്തേക്ക് ചെന്നു. കിണറ്റിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് ആ ആട് ശ്രദ്ധിച്ചു. എന്താ ഇത്? കിണറ്റിൽ നീ എന്ത് ചെയ്യുന്ന കുറുക്കൻ? എന്തെങ്കിലും കളഞ്ഞതാണോ?
അല്ല എന്റെ സുഹൃത്തെ, എനിക്ക് വെള്ളം ദാഹിച്ചിരുന്നു. അതാണ് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ ഇറങ്ങിയതാ. ഈ വെള്ളം കുടിച്ചാൽ നല്ല ഉന്മേഷം കിട്ടും. നീ വേണമെങ്കിൽ ഇതിൽ ഇറങ്ങി കുടിച്ചു നോക്ക്. ഉടൻ തന്നെ ആട് ആ കിണറ്റിന്റെ അകത്ത് ചാടി. നീ പറഞ്ഞത് ശരിയാ. ഈ വെള്ളം നല്ല രുചിയായിട്ടും ഉന്മേഷമായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിന്ന് എങ്ങനെയാ പുറത്തേക്ക് പോകേണ്ടത്? എന്തു ചെയ്യാനാ, കിണറ്റിന്റെ ചുമര് വലുതായിട്ടുണ്ട്. നീ നിൽക്കുകയാണെങ്കിൽ നിന്റെ പുറവിൽ കയറി ഞാൻ പുറത്തേക്ക് പോകും. ഞാൻ പുറത്തേക്ക് പോയതിനു ശേഷം നീ ഈ കിണറ്റിൽ നിന്നും പുറത്തേക്ക് വരാൻ ഞാൻ ഏതെങ്കിലും ഒരു വഴിയിൽ നിനക്ക് സഹായിക്കുമായിരുന്നു. ആട് നിന്ന് കൊടുത്തു. ആടിന്റെ പുറമേ കയറി കൂർക്കൻ പുറത്തേക്ക് ചെന്നു. പിന്നീട് താഴെ നോക്കി ആടിനോട്, സഹായിച്ചതിന് വളരെ നന്ദി സുഹൃത്തെ, നമുക്ക് വീണ്ടും കാണാം. എന്താ ഇത് സുഹൃത്തെ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. നീ എന്നെ വിട്ടു പോകരുത്. ഞാൻ എങ്ങനെ പുറത്തേക്ക് വരും? ഇത് കിണറ്റിൽ ചാടുന്നതിന് മുൻപ് ആലോചിക്കേണ്ടതായിരുന്നു. എന്തേ നീ ആ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്തു ചെയ്താലും നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം. അങ്ങനെയാണ് ഞാനും നടന്നത്. ഇങ്ങനെ പറഞ്ഞ ആ കൂർക്കൻ അവിടുന്ന് രക്ഷപ്പെട്ടു. കുട്ടികളെ, ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഏത് കാര്യം ചെയ്താലും ഒരു പ്രാവശ്യത്തിലേറെ നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം. പണ്ടൊരു കാലത്തിൽ ഒരു പാടം നിറച്ചും കോഴികൾ നിറഞ്ഞിരുന്നു. അതിൽ ചില കോഴികൾ കൊഴുത്തും ചിലത് മെലിഞ്ഞും ഉണ്ടായിരുന്നു. എപ്പോഴും കൊഴുത്ത കോഴികൾ മെലിഞ്ഞ കോഴികളെ കളിയാക്കുമായിരുന്നു. ആ മെലിഞ്ഞ കോഴികളെ കണ്ടില്ലേ? അതിനൊക്കെ കഴിക്കാൻ ഭക്ഷണമില്ല. അതിനെല്ലാം സുഖമില്ല. വളരെ ക്ഷീണിച്ചിരിക്കുന്നു. എന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന വിരുന്നിന് ഞാൻ പോകുന്നു. നീയും തീർച്ചയായിട്ടും വരണം. വരാം. പക്ഷെ ഈ വൃത്തിയിട്ട് മെലിഞ്ഞ കോഴികളെ വിളിക്കരുത്. തീർച്ചയായിട്ടും ഇല്ല, ഞാൻ അവരെ ക്ഷണിക്കൂല. വിരുന്ന് നമുക്ക് മാത്രമാണ്. നല്ല കൊഴുത്ത ആരോഗ്യമുള്ള കോഴികൾക്ക് മാത്രം. ഇന്ന് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നല്ല, ഇന്ന് വിരുന്ന് നടത്താൻ പോകുന്നു. നിനക്കറിയില്ലേ, അവനെ നമ്മളെ ക്ഷണിച്ചതേ ഇല്ല. നീ എന്താ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? നമ്മൾ മെലിഞ്ഞത് കാരണമാണ് നമ്മൾ അവനെ ക്ഷണിക്കാത്തത്. നിനക്കറിയോ, നമ്മൾ നല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. എനിക്ക് ഈ പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പാചകക്കാരന്റെ ചിന്തയോ മറ്റൊന്നായിരുന്നു. അവിടെ പെട്ടെന്ന് പാചകക്കാരൻ വന്നു. ആ 2 കോഴികളുടെ നേർക്ക് വിരൽ നീട്ടി. അരുത്, ഒന്നും ചെയ്യരുത്, വേണ്ട, അരുത്. അരുത്, ഒന്നും ചെയ്യരുത്. നമ്മൾ മാത്രം മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ. ഓ, അതും ശരിയാണ്. നമ്മളെക്കാളും മെലിഞ്ഞ് കഷ്ടപ്പെടുന്നവരെ കണ്ട് നമ്മൾ കളിയാക്കരുത്. അവര് നമ്മളെക്കാളും ഭാഗ്യം ചെയ്തവരായിരിക്കും. കുട്ടികളെ, അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കരുത്. ഇത് ഒരിക്കലും മറക്കരുത്. ഒരു ഗ്രാമത്തിൽ മരിക്കാൻ സമയമടുത്തിരുന്ന ഒരു അച്ഛൻ തന്റെ മക്കളെ വിളിച്ചു. ആ അച്ഛൻ തന്റെ ജീവിത പാഠങ്ങളെ തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ചു. എൻ്റെ അടുത്ത് വരൂ എൻ്റെ കുട്ടികളെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളോട് കുറച്ച് ഉപദേശങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങ് അടുത്ത് വരൂ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ട് അച്ഛാ. പാഠം പഠിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഞാൻ കുറച്ച് മരക്കഷ്ണങ്ങൾ തരാം. ഇത് നിങ്ങളെല്ലാവരും ചേർന്ന് എടുത്തോളൂ. അച്ഛാ, ഇതെന്തിനാ ഇപ്പോ ഞങ്ങളുടെ അടുത്ത് തരുന്നത്? ഇത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉള്ള മരക്കഷ്ണങ്ങൾ ഒന്ന് പൊട്ടിച്ച് കാണിക്കൂ. അതിനെന്താ? ഇത് എളുപ്പമുള്ള പണിയല്ലേ. അച്ഛന് വേണ്ടി ഞാൻ ചെയ്യാം. ബലശാലിയായ ആ മൂത്ത മകൻ ആ മരക്കഷ്ണം എടുത്തു. ശക്തമായും അത് പൊട്ടിക്കാൻ ശ്രമിച്ചു. എന്നെ ക്ഷമിക്കണോ അച്ഛാ? അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ പണി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി, പക്ഷെ എന്നെ കൊണ്ട് ആവുന്നില്ല അച്ഛാ. അച്ഛൻ എന്നെ ക്ഷമിക്കണം. ഉറപ്പാ, ഇത് ആർക്കും കഴിയില്ല. എന്നെ കൊണ്ട് പറ്റും. ആ മരക്കഷ്ണം എൻ്റെ അടുത്ത് തരൂ, ഞാൻ പൊട്ടിച്ച് കാണിക്കാം. അത് പൊട്ടിക്കാനുള്ള ശക്തി എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കൊരു അവസരം താ. മൂന്ന് മക്കളും നാണിച്ചു തല താഴ്ത്തി നിന്നു. അതിന്റെ കാരണം അവരുടെ അച്ഛന്റെ ഈ ചെറിയ ആഗ്രഹം പോലും നിറവേറ്റാൻ സാധിക്കാത്തത് കൊണ്ട്. നിങ്ങളുടെ സ്വന്തം ബലം കൊണ്ട് ഈ കഷ്ണം പൊട്ടിക്കാൻ പറ്റിയില്ല. ഇപ്പോ അത് തനിച്ച് പിരിച്ചു വെക്കൂ. പിരിച്ചതിന് ശേഷം അത് ഓരോ കഷ്ണമായി എടുത്തു വെക്കൂ. പിരിച്ചു വെക്കൂ. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മക്കളും ഉടൻ തന്നെ ചെയ്തു.
ആ മരക്കഷ്ണങ്ങളെല്ലാം പൊട്ടിക്കൂ. ആ ഉം. മൂന്ന് പേരും വല്ലാതെ അതിശയിച്ചു. മരകഷ്ണങ്ങൾ ഒന്നൊന്നായി എടുത്തപ്പോൾ അത് പൊട്ടിക്കാൻ സാധിച്ചു. ശരിയാച്ചാ, പെട്ടെന്ന് പൊട്ടിക്കാൻ സാധിച്ചു. ആ നല്ല ഓർത്ത് വെച്ചോളൂ എൻ്റെ കുട്ടികളെ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല എൻ്റെ മക്കളെ. അതെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും തനിച്ചു പോകാതെ എപ്പോഴും ഒരുമിച്ച് ജീവിക്കണം എൻ്റെ മക്കളെ. മനസ്സിലായോ? കുഞ്ഞുങ്ങളെ, ഏത് കാര്യവും ഒത്തൊരുമയോടെ ചെയ്തെങ്കിൽ അത് വേഗം ചെയ്തു തീർക്കാം. എപ്പോഴും ഒന്നിച്ചിരിക്കണം. എപ്പോഴും മനസ്സിലായോ?